നമസ്കാരം. പെരിങ്ങമന ജ്യോതിഷാലയത്തിൻ്റെ നിത്യപഞ്ചാംഗം എന്ന ജ്യോതിഷ പദ്ധതിയിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് നാം ചിന്തിക്കുന്ന പ്രധാന വിഷയം ഏപ്രിൽ മാസത്തിൽ സ്വാഭാവികമായിട്ടും അനുകൂലമായ അവസ്ഥ വരുന്ന ചില നക്ഷത്രങ്ങളെക്കാൾ ഉപരി ചില രാശികൾക്ക് വരുന്ന ഭാവങ്ങളെക്കുറിച്ചാണ്. പെരിങ്ങമന ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, അതുപോലെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയകളിൽ സജീവമായിട്ട് ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഉണ്ട്. എല്ലാ ജ്യോതിഷ വിശ്വാസികളും സജ്ജനങ്ങളും അത് വേണ്ട വിധം അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. എങ്കിൽ ജ്യോതിഷാലയത്തിൽ നിന്നും സയൻറ്റിഫിക് ആയിട്ടുള്ളതായ ജ്യോതിഷ വിഷയങ്ങൾ അടിസ്ഥാനപരമായിട്ട് അപ്പോൾ തന്നെ ലഭിക്കാനുള്ള മാർഗമായിട്ട് അതിനെ കാണുക. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ ഗജകേസരി യോഗവും അതിനപ്പുറത്ത് ഇരട്ട മഹാഭാഗ്യം ലഭിക്കുന്ന ചില രാശികളുടെ ഭാഗത്തെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. പുതുവർഷത്തോടനുബന്ധിച്ചിട്ട് വിഷു ഫലത്തിനോട് മുൻപ് തന്നെ ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കാൻ കാരണം, വിഷുക്ക് മുൻപ് തന്നെ ചില ഗുണങ്ങളെയും ചില രാജയോഗങ്ങളെക്കുറിച്ചും തയ്യാറെടുക്കുന്ന ചില രാശിക്കാരെ കുറിച്ചിട്ട് പരാമർശിക്കാതെ വയ്യ. അതിൽ പ്രധാനപ്പെട്ട ഈ മഹാരാശി മാറ്റത്തോടനുബന്ധിച്ച് പ്രത്യക്ഷത്തിൽ വിഷു ഫലം വരെ കാത്തിരിക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ലാത്ത ചില രാശിക്കാരുടെ അനുഭവങ്ങളാണ്. ഫേസ്ബുക്കിൽ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. എങ്കിലും അതൊരു ദൃശ്യ സംവിധാനത്തിലൂടെ കൈകാര്യം ചെയ്യാം എന്നുള്ളത് കൊണ്ട് അത് ഒന്നും കൂടി വളരെ വ്യക്തമാക്കുന്നു. ഒന്നാമത്തെ രാശി, അതിൽ പ്രധാനപ്പെട്ട രാശിയിൽ ഒന്ന് മിഥുനം രാശിയും, അടുത്തത് ഇടവം രാശിയും, അതുപോലെ തന്നെ മീനം രാശിയുമാണ്. ഈ മൂന്ന് രാശിയെ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാവും, രണ്ട് രാശികൾ അടുത്തടുത്തുള്ള രാശികളും ഒരു രാശി വളരെ വിദൂരത്തുള്ള രാശിയുമാണ്. രാശി സ്വഭാവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10ാം രാശിയും 9ാം രാശിയൊക്കെയാണ് സ്വാഭാവികമായിട്ടും ഈ രാശികൾ 1ാം രാശിയിൽ നിന്നും അടുത്ത രാശികളിലേക്ക് കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. മിഥുനം രാശിയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങൾ ഭവിക്കാനുള്ള ലക്ഷ്മി യോഗം, ലക്ഷ്മി നാരായണ യോഗം ലഭിക്കുന്ന ഒരു പ്രത്യേകത കൂടി ഈ കാര്യങ്ങൾ കൊണ്ട് ഫലിക്കുന്നുണ്ട്. ഈ ലക്ഷ്മി നാരായണ യോഗം എന്ന് പറയുന്നത് തന്നെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഒന്ന് അതിനകത്ത് വളരെ വ്യക്തം. രണ്ടാമത് സൽക്കർമ്മങ്ങളും സൽചിന്തകളും ചെയ്യാനുള്ള ഒരു സന്ദർഭം കൂടി ഇത്തരത്തിലുള്ള കാലഘട്ടത്തിൽ നമ്മൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ പ്രാധാന്യം ഉള്ള ഒരു വിഷയം. ദമ്പതിമാർക്കാവട്ടെ ദമ്പതിമാരുടേതായ സൗഖ്യങ്ങളും ഗുണങ്ങളും വന്നു ഭവിക്കാനുള്ള ഒരു കാലഘട്ടങ്ങളും ഒട്ടനവധി ഭാഗ്യങ്ങൾ, യോഗങ്ങൾ, ചെയ്തു തുടങ്ങിയ കർമ്മങ്ങൾ പൂർണ്ണമായ ഫലവത്തായ രീതിയിൽ ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ സൗഭാഗ്യ കാലഘട്ടത്തെ കുറിച്ചിട്ട് പറയേണ്ടത്. അതിൽ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ, ദമ്പതിമാരായിരിക്കുന്നവർക്ക് വിദേശ യോഗത്ത് പോകാനും, അതായത് ദമ്പതിമാരായിട്ട് തടസ്സങ്ങളായിട്ട് വിവാഹത്തിന് ശേഷം തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് തടസ്സങ്ങളായി കിടക്കുന്നവർക്ക് തടസ്സം മാറാനും, ആ യോഗത്തിനനുസരിച്ച് ദമ്പതിമാരായിട്ട് തന്നെ വിദേശ യാത്ര നടത്താനും തൊഴിലവസരങ്ങൾ ലഭിക്കാനും അതുമായിട്ട് മേൽമേൽ വളർച്ചയുണ്ടാകാനുള്ളതായ യോഗങ്ങളെ കുറിച്ചിട്ട് അതിനകത്ത് വളരെ പ്രതിപാദിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ വിദേശത്ത് താമസിച്ച് വിദ്യാഭ്യാസ യോഗ്യത
നേടിയെടുക്കാനുള്ള ഒരു യോഗഫലങ്ങളെ കുറിച്ചിട്ട് പ്രതിപാദിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ആരംഭത്തിൽ ഈ യോഗത്തെക്കുറിച്ചിട്ട് ചിന്തിക്കേണ്ടത്. ഈ പ്രധാനപ്പെട്ട 2 യോഗഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ ലക്ഷ്മി നാരായണ കടാക്ഷം ഉണ്ടാവണം. ആ ലക്ഷ്മി നാരായണ ഭഗവാനെ, നാരായണമൂർത്തിയെ വേണ്ട വിധം പ്രാർത്ഥിച്ച് വേണ്ട വിധ അനുഗ്രഹം ഉണ്ടാക്കണം എന്നുള്ളതും കൂടി ഇതിൻ്റെ ഘടകമാണ്. അടുത്തതായിട്ട് ഇടവം രാശിക്കാർക്കാണ്. ഇടവൻ രാശിക്കാർക്ക് ഗജകേസരി യോഗം വന്ന് ഭവിക്കുന്നത് ചില തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം, ചില ധനാഗമനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നത് തടസ്സം മാറി വരുന്ന ഒരു കാലഘട്ടം, ചില തൊഴിൽ മേഖലയിൽ പ്രവർത്തിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഫലം ലഭിക്കാതിരിക്കുന്ന കാലഘട്ടത്തിൽ ലഭിക്കുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെയുള്ള കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് ഇടവം രാശിയെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടത്. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ അത്ര പ്രാവീണ്യം നമ്മൾക്ക് സാധിക്കാത്ത കാലഘട്ടമായിരുന്നു എങ്കിൽ ഈ കാലഘട്ടം നേരെ തിരിച്ചിട്ടാണ്. നമ്മൾക്ക് വളരെയധികം ഗുണകരമായിട്ട് പ്രശസ്തി ആർജിക്കാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ തന്നെ നമ്മൾക്ക് മേൽമേൽ വളർച്ചയും അഭിവൃദ്ധിയും സ്ഥാനക്കയറ്റങ്ങളും വന്നു ഭവിക്കാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. അതുപോലെ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, വിദ്യാഭ്യാസ സംബന്ധമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടങ്ങളാണ്. പിതാക്കൾക്കും ഗുരുജനങ്ങൾക്കും സഹോദരി ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ ഊഷ്മളതയാക്കിയെടുക്കാൻ ഈ കാര്യങ്ങൾക്ക് സാധിക്കും. ശത്രുക്കളുടെ ക്ഷയാവസ്ഥ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു ഭവിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മീനം രാശിയാണ് നമ്മൾ അടുത്തത് ചിന്തിക്കുന്നെങ്കിൽ, മീനം രാശിയെക്കുറിച്ച് വളരെ എടുത്തു പറയേണ്ട 2 കാര്യം, സാമ്പത്തിക അഭിവൃദ്ധി, തൊഴിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവുമെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യക്കുറവ് പൂർണ്ണമായിട്ടും ഈ വിഭാഗത്തിൽ വന്ന് ഭവിക്കുന്നവർക്കുണ്ടാകാം. ചില ആളുകൾക്ക് വീടുണ്ടാവില്ല, ചില ആളുകൾക്ക് സ്ഥലമുണ്ടാകും, വീടുണ്ടാവില്ല, അല്ലെങ്കിൽ വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ സാധിക്കില്ല എന്നുള്ള രീതിയിൽ വെച്ച അടിസ്ഥാനപരമായ മാനുഷികമായ പ്രശ്നങ്ങളെയൊക്കെ സാധിച്ചെടുക്കുന്ന കാലഘട്ടം എന്നുള്ള രീതിയിലും ഇതിനെ നമ്മൾക്ക് പ്രകീർത്തിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. പൊതുവെ ഈ 3 രാശികളിലെ കുറിച്ചും നാം ചിന്തിച്ചതാണ് മുൻപും. എങ്കിലും എന്തുകൊണ്ടാണ് ഈ 3 രാശികളെ കുറിച്ച് എടുത്തു പറയുന്നത് എന്ന് വെച്ചാൽ, ഈ രാശി മാറ്റത്തിനോടനുബന്ധിച്ചിട്ട് രാശിയിൽ വരുന്ന ചില ഗതിമാറ്റം മൂലം ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ബാധിക്കാത്ത 3 രാശിക്കാർ കൂടിയാണ് ഈ നമ്മൾ മുൻപ് സൂചിപ്പിച്ച രാശിക്കാർ. മറ്റുള്ള എല്ലാ രാശിക്കാർക്കും ഈ മഹാദശ അല്ലെങ്കിൽ ഒരു രാശി മാറ്റത്തോടനുബന്ധിച്ച് വിഷുഫലത്തിൽ വന്നു ഭവിക്കുന്നതും ഇപ്പോഴുള്ള പ്രത്യക്ഷത്തിലുള്ള ഫലവും തമ്മിൽ വളരെയധികം മാറ്റം സംഭവിക്കും. ഈ വിഷുഫലത്തിനോട് മുൻപ് തന്നെ, പുതുവർഷത്തിന് മുൻപ് തന്നെ വിജയത്തിൻ്റെ കുതിപ്പ് തയ്യാറാകുന്ന ചില നക്ഷത്രങ്ങളെ കുറിച്ചിട്ട്, ചില രാശികളെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പ്രതിപാദിച്ചത്. ഇടവൻ രാശിയിലത്തെ നക്ഷത്രങ്ങളെ കുറിച്ച് നമ്മൾക്കറിയാം, മിഥുനം രാശിയെക്കുറിച്ചിട്ടുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് അറിയാം, മീനം രാശിയിലുള്ള നക്ഷത്രങ്ങളെ കുറിച്ചിട്ടും നമ്മൾക്കറിയാം. പക്ഷേ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അതാത് സമയത്തുണ്ടാകുന്ന രാശിയുടെ മാറ്റവും ഒരു ഘടകമാകും. പക്ഷേ ഈ രാശിക്കാർക്ക് അത്തരത്തിലുള്ളതായ ജന്മസമയത്തുണ്ടാകുന്ന രാശിമാറ്റം പോലും അത്ര ദോഷകരമായിട്ട് ഭവിക്കാത്തൊരു അനുഭവം വരാനുള്ള യോഗങ്ങളാണ് ഇവിടെ സജ്ജമാകുന്നത്. രാജയോഗവും ഇരട്ട രാജയോഗവും സംഭവിക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ചിട്ടുള്ള വിശദമായ വിവരങ്ങൾ പരമാവധി പറയാൻ സാധിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. എങ്കിലും ഇനിയുള്ള
ഓരോരോ വീഡിയോയിൽ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ളതായ രാശി മാറ്റം മൂലമുണ്ടാകുന്ന ചില രാശിക്കാർക്ക് കൂറുകാർക്കുണ്ടാകുന്ന അനുഭവങ്ങളും വ്യത്യസ്തമായ തലത്തിലുള്ളതായ രാശിയോഗങ്ങളെ കുറിച്ചിട്ടും വളരെയധികം വിശദീകരിക്കാം. നന്ദി, നമസ്കാരം.